ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടു കാണും. പാർട്ട് 1 ആകെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാത്സ് ഓഫ് എവല്യൂഷൻ, ബിഹൈൻഡ് സെൻസേഷൻ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്ന 2 സയന്റിസ്റ്റുകളുടെ ചിത്രം ആദ്യമേ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. The Nobel Prize in Chemistry for Developing Methodology of Gene Editing. എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയ്ക്ക് കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളാണ് ജെനിഫർ എ ഡൗഡ്നായും ഇമ്മാനുവേൽ കാർപെൻറ്ററും. The Nobel Prize of 2020 in Chemistry was shared by Immanuel Carpenter and Jennifer A. Doudna for their contributions in the field of gene editing. എന്താണ് 2020 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളാണ് ജെനിഫർ എ ഡൗഡ്നായും ഇമ്മാനുവേൽ കാർപെൻറ്ററും. ഇവർക്ക് എന്തിനാണ് ഈ പ്രൈസ് കിട്ടിയത്? ഫോർ ദി കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ് എന്ന മേഖലയിലെ അവരുടെ കോൺട്രിബ്യൂഷൻസിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ദ അവാർഡ് ഈസ് ഫോർ ദി ഡിസ്കവറി ഓഫ് എ ടെക്നോളജി കോൾഡ് CRISPR-Cas9. എന്താണ് CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയത്. എ ജീൻ എഡിറ്റിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻ ഇൻ DNA. എന്താണ് CRISPR-Cas9 എന്ന ടെക്നോളജി കൊണ്ട് DNA-യിലെ ജീനിന് എന്താണ് അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. This discovery is expected to make revolutionary advances in genetic disease therapy. ഇങ്ങനൊരു ടെക്നോളജി വളർന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ജെനറ്റിക് ഡിസീസ് തെറാപ്പിക്കാണ്. എന്താണ് ജീനുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ജീനുകളുടെ തെറാപ്പിക്ക് അല്ലെങ്കിൽ ചികിത്സയ്ക്കാണ് ഈ ടെക്നോളജി കൊണ്ട് ഏറ്റവും ഫലമുണ്ടാകുന്നത്. ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ, പിന്നെന്താണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനും ഈ ടെക്നോളജിക്ക് സാധ്യതകൾ ഏറെയാണ്. It can also be used to develop crops that are resistant to pests and diseases. എന്താണ് കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിളകൾ അല്ലെങ്കിൽ ചെടികളെ വളർത്തുന്നതിനും ഈ ടെക്നോളജി ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് ഉപകാരപ്രദമാണ്. You have read the extract related to the technology which can bring revolutionary changes in the treatment of diseases and other fields. നമ്മൾ മുകളിൽ കൊടുത്ത ആ കോളത്തിൽ വായിച്ചപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്ന ടെക്നോളജിയെ പറ്റിയാണ് പഠിച്ചത്. ഈ ടെക്നോളജി വഴി നമുക്ക് ഡിസീസിന്റെയും പല ഫീൽഡ്സിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്കറിയാം ജീനിനെയാണ് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ ജീനിന്റെ പൊസിഷൻ നമ്മുടെ ബോഡിയിൽ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് ഞാനൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കാണിക്കാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അല്ലെ എല്ലാ ജീവനുള്ള ഓർഗാനിസത്തിന്റെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലിനുള്ളിലാണ് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, ക്രോമസോമിനുള്ളിൽ DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ് ജീൻ. അതായത് സെൽ, ന്യൂക്ലിയസ്, ക്രോമസോം, DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ് ജീൻ. നമുക്കറിയാം സെൽ എന്ന് പറയുന്നത് തന്നെ ഒരു മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ നമുക്ക് സെല്ലിനെ ഐഡന്റിഫൈ ചെയ്ത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനും ഉള്ളിൽ എത്രയോ ഉള്ളിലാണ് ജീൻ ഇരിക്കുന്നത് നോക്കിയേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഇവിടെ കുട്ടി ചോദിച്ചിരിക്കുന്നത്. cannot even see genes. നമുക്ക് ജീനിനെ കാണാനായിട്ട് പോലും സാധിക്കത്തില്ല. then how can to be edited? അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും? അതുപോലെ ഇത്രയും വളരെ ചെറിയ ജീനിനെ എങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാം, അതിലേക്ക് വളർന്ന ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എങ്ങനെ അതിലേക്ക് വളർന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് DNA-യുടെ ഫുൾ ഫോം ആണ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA-യുടെ ഫുൾ ഫോം ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആൻഡ് ജീൻസ്, ഞാൻ പറഞ്ഞു DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ് ജീൻ. DNA ആൻഡ് ജീൻ പേവ്ഡ് ദ വേ ഫോർ ജീൻ എഡിറ്റിംഗ്. DNA കുറിച്ചും ജീനിനെ പറ്റിയും ഒക്കെയുള്ള ഡീപ്പർ ആഴമായ മനസ്സിലാക്കലാണ് ജീൻ എഡിറ്റിംഗ് എന്ന ടെക്നോളജിയിലേക്ക് വളർന്നത്.
ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ ലൊക്കേഷൻ ആൻഡ് അൾട്രാ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് ജീൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് DNA-യുടെയും ജീനിന്റെയും സ്ട്രക്ചറും അതിന്റെ ലൊക്കേഷനുമാണ്. അത് എവിടെ കാണുന്നു എന്നുള്ളതാണ്. ഒബ്സർവ് ഇലിസ്ട്രേഷൻ 1.1 ആൻഡ് മേക്ക് നോട്ട്സ് ഓൺ ദി ലൊക്കേഷൻ ഓഫ് DNA. ഇലിസ്ട്രേഷൻ 1.1 നോക്കിയിട്ട് എന്താണ് DNA-യുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോം കാണുന്നത്. ക്രോമസോമിനുള്ളിലാണ് DNA ഉള്ളത്. ഈ DNA-യുടെ ഒരു സെഗ്മെന്റ് ആണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലൊക്കേഷൻ ഓഫ് DNA. DNA-യുടെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചു. സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിനുള്ളിലാണ് DNA കാണുന്നത്. Discovery of the structure of the nucleic acids DNA was one of the greatest leaps in the field of biological studies. അതായത് ന്യൂക്ലിക് ആസിഡ് ആയ DNA-യുടെ സ്ട്രക്ചറിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ബയോളജിയുടെ ഫീൽഡിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അടുത്തത് പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് DNA. സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിൽ കാണുന്ന DNA-യുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇൻ 1953 ജെയിംസ് വാട്സൺ along with ഫ്രാൻസിസ് ക്രിക്ക് had presented the double helical model of DNA. എന്താണ്? 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുഗോവേണി മാതൃക മുൻപോട്ട് വെച്ചത്. They proposed the structure of DNA based on the X-ray diffraction studies. അവര് ഈ DNA-യുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിലൂടെയാണ്. കണ്ടക്റ്റഡ് ബൈ റൊസാലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. എന്താണ്? റൊസാലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും നടത്തിയ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന സ്റ്റഡിയിൽ കൂടെയാണ് വാട്സൺ ആൻഡ് ക്രിക്ക് DNA-യുടെ മോഡൽ മുൻപോട്ട് വെച്ചത്. The crucial information that lead to this discovery was obtained from the famous Photo 51. എന്താണ്? ഇവരുടെ ഈ DNA-യുടെ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടി ഇൻഫർമേഷനിലേക്ക് അവരെ നയിച്ചത് ഫോട്ടോ 51 എന്ന സ്ട്രക്ചർ ആണ്. An X-ray diffraction image of DNA taken by റൊസാലിൻ ഫ്രാങ്ക്ലിൻ. എന്താണ്? റൊസാലിൻ ഫ്രാങ്ക്ലിൻ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി എടുത്ത ഫോട്ടോ 51 എന്ന ഇമേജ് വഴിയാണ് വാട്സൺ ആൻഡ് ക്രിക്ക് DNA-യുടെ സ്ട്രക്ചറിലേക്ക് എത്തിയത്. റൊസാലിൻ ഫ്രാങ്ക്ലിൻ പാസ്ഡ് എവേ at the age of 37 in 1958. 1958 37-ാം വയസ്സിൽ റൊസാലിൻ ഫ്രാങ്ക്ലിൻ അന്തരിച്ചു. James Watson, Francis Crick and Maurice Wilkins were awarded the Nobel Prize in Medicine in 1962 for the contributions on the discovery of the double helical model of DNA. അതിനുശേഷം എന്താണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ചുറ്റുഗോവേണി മാതൃക കണ്ടെത്തിയതിന് 1962 മറ്റു മൂവർക്കും ആർക്കൊക്കെ? വാട്സനും ക്രിക്കിനും മൗറിസ് വിൽക്കിൻസിനും നോബൽ പ്രൈസ് മെഡിസിൻ ഫീൽഡിൽ ലഭിച്ചിട്ടുണ്ട്. DNA-യുടെ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച 4 സയന്റിസ്റ്റുകളുടെയും ചിത്രം ചുവടെ നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങളത് നോക്കണം. DNA-യുടെ ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറിന്റെ വിശകലനമാണ് പേജ് നമ്പർ 10-ൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു വാട്സൺ ആൻഡ് ക്രിക്കിന്റെ DNA ചിത്രം പ്രകാരം DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ചുറ്റുഗോവേണി മാതൃകയാണ്. ഇതില് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ DNA-യിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? DNA-യിൽ നോക്കിയേ, ഇത് 2 സ്ട്രാൻഡ് ആണ്. ഈ 2 സ്ട്രാൻഡിനെ അവർ വിപുലമായിട്ട് വരച്ചിരിക്കുന്നതാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഈ ചുറ്റുഗോവേണിയാണെങ്കിൽ ഇത് ഇതിന്റെ പടികളായിരിക്കും അല്ലെങ്കിൽ റങ്സ് ആയിരിക്കും. ചുറ്റുഗോവേണി മാതൃക പ്രകാരം ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പ്രകാരം 2 സ്ട്രാൻഡ് കാണും. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നാണല്ലോ. 2 സ്ട്രാൻഡ് കാണും. അതിനുള്ളിൽ എന്ത് കാണും? റങ്സ് അല്ലെങ്കിൽ പടികൾ കാണും. ഇതിനെ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത് നോക്കുക. ഇത് രണ്ടും ഈ 2 സ്ട്രാൻഡുകളാണ്. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. ഇതെന്ന് പറയുന്നത് അതിന്റെ പടികളാണ് അല്ലെങ്കിൽ റങ്സ് ആണ്. ഇനി ഈ പടികളും ഇതിന്റെ സ്ട്രാൻഡും എന്തും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കാം. സ്ട്രാൻഡ് നോക്കിയേ, സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നാണ്.
ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ചേർന്നാണ് സ്ട്രാൻഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസസ് ചേർന്നാണ്. നൈട്രജൻ ബേസസ് ചേർന്നാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും. അപ്പോൾ ഒരു DNA പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത്. ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് മോളിക്യൂള്, നൈട്രജൻ ബേസ്. ഈ 3 ചേർന്ന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. നോക്കിയേ, ഈ 3 പേരെയും ചേർത്ത് വിളിക്കുന്നതാണ് ന്യൂക്ലിയോടൈഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ DNA ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് 3 ഭാഗങ്ങൾ കൊണ്ടാണ്. എന്തൊക്കെയായിരുന്നു? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും നൈട്രജൻ ബേസും. ഈ ഷുഗർ മോളിക്യൂൾ ഏത് മോളിക്യൂൾ ആണെന്ന് നോക്കിയേ, ഡീഓക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്ന ഷുഗർ മോളിക്യൂൾ ആണുള്ളത്. DNA ഫുൾ ഫോം നമുക്കറിയാം, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നല്ലേ? അപ്പൊ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡുള്ള ഷുഗർ എന്ന് പറയുന്നത് ഡീഓക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. പിന്നെ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണും, പിന്നെ ഒരു നൈട്രജൻ ബേസ് കാണും. ഇത് 3 കൂടെ ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് ആണ് DNA ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെയും പഠിച്ചതൊന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കി എങ്ങനെ വരും? സെല്ല്, സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, ക്രോമസോമിനുള്ളിൽ DNA ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് മോളിക്യൂള്, നൈട്രജൻ ബേസ് എന്നിവ ചേർന്നാണ്. ഏത് ഷുഗർ മോളിക്യൂൾ ആണ് DNA അല്ലെങ്കിൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളത്? ഡീഓക്സി റൈബോസ് ഷുഗർ ആണ്. നമ്മൾ പഠിച്ചു ഈ 2 സൈഡ് എന്ന് പറയുന്നത് DNA സ്ട്രാൻഡ് ആണ്. സ്ട്രാൻഡിലാണ് എന്തൊക്കെ? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും ഉള്ളത്. അതിന്റെ പടികളാണ് അല്ലെങ്കിൽ റങ്സ് ആണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഇത് എടുത്ത് വലുതായിട്ട് ഇവിടെ താഴെ വരച്ചിട്ടുണ്ട്. നോക്കിയേ, ഡീഓക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നതാണിത്. 5 കാർബൺ ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ ആണിത്. ഇതെന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്, ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ള നൈട്രജൻ ബേസ് ഇവിടെ ഉണ്ട്. പിന്നെന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. എന്താണ്? 2 ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. ഈ വലുതെന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. ഈ യെല്ലോ കോളം അല്ലെങ്കിൽ റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഫോസ്ഫേറ്റും ഗ്രൂപ്പും. ഇതെന്ന് പറയുന്നത് നൈട്രജൻ ബേസും ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ റങ്സ് അല്ലെങ്കിൽ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൈട്രജൻ ബേസ് കൊണ്ടാണെന്ന് പറഞ്ഞു. 4 ടൈപ്പിലുള്ള നൈട്രജൻ ബേസ് ഉണ്ട്. 4 ടൈപ്പിലുള്ള നൈട്രജൻ ബേസ് ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇവയാണ് നൈട്രജൻ ബേസ് എന്നറിയപ്പെടുന്നത്. 4 വ്യത്യസ്ത നൈട്രജൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ 4 വ്യത്യസ്ത ന്യൂക്ലിയോടൈഡും കാണും. ഇനി ഇവ തമ്മിൽ പെയർ ചെയ്യും. നൈട്രജൻ ബേസസ് എന്ത് ചെയ്യും? പെയർ ചെയ്യും. പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തൈമിനുമായിട്ടായിരിക്കും. മറ്റൊന്നുമായിട്ടും അഡിനിനും തൈമിനും പെയർ ചെയ്യില്ല. അഡിനിനും തൈമിനും തമ്മിലായിരിക്കും പെയർ ചെയ്യുന്നത്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിലായിരിക്കും പെയർ ചെയ്യുന്നത്. അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടുള്ള പെയറിംഗ് ആയിരിക്കും. ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടുള്ള പെയറിംഗ് ആയിരിക്കും. അഡിനിനും തൈമിനും ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അഡിനിൻ ഈ സൈഡിൽ തന്നിട്ട് ഇവിടെ വേക്കന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ തൈമിൻ കൊടുക്കണം. ഇനി ബോണ്ട് ഇടാതെ ചോദിക്കാം. അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പം സൈറ്റോസിൻ ഒരു സൈഡിൽ തന്നിട്ട് ഇപ്പുറത്ത് ഏതാണെന്ന് എഴുതാൻ ചോദിക്കാം. അപ്പൊ സൈറ്റോസിൻ എന്താണ്? ഗ്വാനിനുമായിട്ട് മാത്രമേ ബോണ്ട് ചെയ്തുള്ളൂ നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ ഇവിടെ G എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. DNA സ്ട്രക്ചർ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെയാണ് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. DNA-യിൽ എത്ര ഇഴകളുണ്ട്? 2 ഇഴകളുണ്ട്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ഡബിൾ, അപ്പൊ 2 എണ്ണം ഉണ്ട്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഇഴകൾ അല്ലെ സ്ട്രാൻഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മോളിക്യൂൾസ് ഏതൊക്കെയായിരുന്നു? ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളുമാണ് സ്ട്രാൻഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്സ് റങ്സ് അല്ലെങ്കിൽ പടികൾ അല്ലെങ്കിൽ റങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് നൈട്രജൻ ബേസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ്. 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? അഡിനിൻ,
തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അടുത്തത് ഫോർമേഷൻ ഓഫ് റങ്സ്. എങ്ങനെയാണ് ഈ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പഠിച്ചു. പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസുകൾ, ഈ 4 നൈട്രജൻ ബേസുകളും പെയർ ചെയ്തിട്ടാണ് ആ പടികൾ ഉണ്ടായിരിക്കുന്നത്. മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. അവ എങ്ങനെയാണ് പെയർ ചെയ്യുന്നത്? അഡിനിനും തൈമിനുമായിട്ടും ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടുമാണ് പെയറിംഗ്. മോളിക്യൂൾസിന്റെ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിലുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു 3 മോളിക്യൂളുകളാണ് ഉള്ളത്. ഏതൊക്കെ? ഒരു ഷുഗർ മോളിക്യൂൾ കാണും, ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണും, നൈട്രജൻ ബേസ് കാണും. ഇതില് DNA സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരിക്കും. DNA സൈസിനെ സംബന്ധിച്ച ഒരു കോളമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു സെല്ലിൽ 46 ക്രോമസോം ഉണ്ട്. ഈ 46 ക്രോമസോമിലും എന്തുണ്ട്? DNA ഉണ്ട്. അതിലെ ഒരു ക്രോമസോമിലെ DNA നീളം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഒരു ക്രോമസോമിലെ DNA നീളം. അങ്ങനെ 46 ക്രോമസോം, ഒരു സെല്ലിലെ 46 ക്രോമസോമിന്റെയും DNA നീളം എന്ന് പറയുന്നത് ഒരു 2 മീറ്ററോളം വരും. അങ്ങനാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ട്രില്യൺസ് അല്ലെങ്കിൽ 1 lakh crore സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെല്ലുകളിലെ എല്ലാം DNA നീളം അല്ലെങ്കിൽ ജോയിൻ ചെയ്ത്, ഈ DNA ജോയിൻ ചെയ്താൽ നമുക്ക് എന്തുമാത്രം നീളം ഉണ്ടെന്ന് നോക്കി, എന്തുമാത്രം ലെങ്ത് ആണെന്ന് നോക്കി. 67 ബില്യൺ മൈൽസ് ലെങ്ത് കിട്ടും ഈ DNA എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇത്രയും നീളമുള്ള DNA നമ്മുടെ ബോഡിയിൽ എങ്ങനെ അറേഞ്ച് അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഇനഫ് ടു റാപ്പ് അറൌണ്ട് ദി എർത്ത് ഓവർ 2 million ടൈംസ്. ഇത്രയും നീളമുള്ള ഈ DNA എന്തിനു തുല്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എർത്തിനെ ഒരു 2 million ടൈംസ് റൗണ്ട് ചെയ്യുന്നതിന് അത്രയും വലിപ്പമുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ DNA നീളം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി DNA ഈ DNA എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ ഡൗട്ടാണ്, ഹൗ ഡസ് സച്ച് എ ലാർജർ DNA ഫിറ്റ് ഇൻ ടു ദ ക്രോമസോംസ് ഓഫ് ടൈനി സെൽസ്? വളരെ ചെറിയ ഒരു സെല്ലിൽ ഈ ക്രോമസോമിനുള്ളിൽ ഇത്രയും വലിയ DNA എങ്ങനായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു കുട്ടിയുടെ സംശയമാണ്. നമുക്ക് അടുത്ത പേജിലോട്ട് ഈ DNA അറേഞ്ച്മെന്റ് പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ഓർത്തെടുത്താൽ, സെല്ലിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ, ക്രോമസോമിനുള്ളിലാണ് DNA കാണുന്നത്. DNA ഒരു സെഗ്മെന്റ് ആണ് ജീൻ. ഇപ്പോൾ നമ്മൾ DNA എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാ പഠിക്കാൻ പോകുന്നത്. എവിടെ? ക്രോമസോമിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ക്രോമസോം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടാണ് നമ്മൾ പഠിച്ചു. ഈ DNA കൂടാതെ ഒരാളും കൂടെ ക്രോമസോമിന്റെ നിർമ്മാണ ഘടകമായിട്ടുണ്ട്. DNA കൂടാതെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്നാണ് അതിന്റെ പേര്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻസും DNA കൂടെ ചേർന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ക്രോമസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നാൽ ഇവിടെ നോക്കിയേ, ഇതൊരു ക്രോമസോമിന്റെ പിക്ചർ ആണ്. ഈ ക്രോമസോമിന്റെ ചുരുളുകൾ അഴിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കിയേ, ഈ ക്രോമസോമിന് എന്തുണ്ട്? ഈ ക്രോമസോമിന് 2 പാർട്സ് ഉണ്ട്. ഈ പാർട്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിഡ്സ്. പാർട്ടുകളെ വിളിക്കുന്ന ക്രോമസോമിന്റെ പാർട്ടുകളെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. ഈ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് എന്ത്? സെൻട്രോമിയർ. ക്രോമാറ്റിഡുകളെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് എന്ത്? സെൻട്രോമിയർ. പുസ്തകത്തിലോട്ട് വന്നാൽ, ക്രോമാറ്റിഡ്സ് ആർ ദി പാർട്സ് ഓഫ് എ ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് ക്രോമസോമിന്റെ പാർട്സ് ആണ്. ഇവയെ എന്താണ്? സെൻട്രോമിയറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ പഠിച്ചു, ക്രോമസോമിന്റെ ചുരുളുകൾ അഴിച്ചാൽ ക്രോമസോം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാ പഠിച്ചേ? DNA കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാ പഠിച്ചേ. DNA കൂടാതെ ഒരാളും കൂടെ ഉണ്ടെന്ന് ഇപ്പൊ പഠിച്ചു. അതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്നുള്ളത്. ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ 8 എണ്ണം ഒരുമിച്ച് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. അതായത് ക്രോമസോമിന്റെ നിർമ്മാണ ഘടകങ്ങളായ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ ഒരുമിച്ച് ചേർത്താൽ അവയെ വിളിക്കുന്ന പേരാണെന്ത്? ഹിസ്റ്റോൺ ഒക്ടാമർ. ഇനി നമ്മൾ ഈ DNA എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നെന്നാ പഠിക്കുന്നത്. ഇത്രയും നീളമുള്ള DNA. ഈ DNA ഉണ്ടല്ലോ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ അങ്ങ് ചുറ്റും. ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഈ DNA ചുറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം.
ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ചുറ്റി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്നുള്ളത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആ ടേബിളിൽ അല്ലെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ക്രോമസോംസ്. DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് എ ക്രോമസോം. DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആണ് ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണൻസ് എന്ന് അറിയപ്പെടുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ടു ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ജോയിൻ ചെയ്താൽ അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. DNA strands wind around the octamer to form a structure called nucleosome. ഈ DNA-യുടെ സ്ട്രാൻഡ് ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. The chromosomes are formed by packing and coiling numerous nucleosomes and recalling the chains of nucleosomes. എന്താണ് ഈ ക്രോമസോമിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കാരണം ഈ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ഒരു പാക്ക് ആയിട്ട് ഇരിക്കും. ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് പാക്ക് ആയിട്ട് കോയിൽ ചെയ്ത് ഇരിക്കും. അങ്ങനെ ന്യൂമറസ് വളരെയധികം ന്യൂക്ലിയോസോംസ് ചേർന്നാണ് എന്തുണ്ടാക്കുന്നത്, ഈ ക്രോമസോം ആയിട്ട് മാറുന്നത്. ക്രോമാറ്റിഡ്സ് ആർ ദ പെയർസ് ഓഫ് എ ക്രോമസോം. ക്രോമസോമിന്റെ 2 പെയറുകളാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ഈ ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോം. ക്രോമസോമിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണ്? DNA പ്ലസ് ഏതായിരുന്നു? ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഇവർ രണ്ടും ചേർന്നാണ് ക്രോമസോം ഉണ്ടാകുന്നത്. ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയോസോം എന്താണ്? ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്, ആണോ? പ്രോട്ടീൻ ആണ്. അതിനുശേഷം ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമറിനെ ആര് ചുറ്റണം? DNA ചുറ്റിയ ശേഷം അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയോസോം. ഫോർമേഷൻ ഓഫ് ക്രോമസോം. ക്രോമസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ക്രോമസോം എങ്ങനെ ഫോം ചെയ്യുന്നതെന്നുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോം. ന്യൂമറസ് വളരെയധികം ന്യൂക്ലിയോസോംസ് പാക്ക് ചെയ്ത് കോയിൽ ചെയ്തായിട്ടാണ് ക്രോമസോംസ് ഉണ്ടാക്കുന്നത്. ആൻഡ് റീകോളിംഗ് ദ ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോംസ്. ഇതാണ് 3ാമത്തേന്റെ ആൻസർ. 4ാമത്തെ ഇത് ചോദിച്ചിരിക്കുന്നത് ക്രോമാറ്റിഡും സെൻട്രോമിയറും എന്താണ്? ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പാർട്സ് ഓഫ് എ ക്രോമസോം. ക്രോമസോമിന്റെ പാർട്സ് ആണ് ക്രോമാറ്റിഡ്. സെൻട്രോമിയർ എന്തുവാ? വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ക്രോമസോമിലെ ക്രോമാറ്റിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഈച്ച് സ്പീഷീസ് പൊസസ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ്. ഓരോ സ്പീഷീസിനും ഒരു സ്പെസിഫിക് നമ്പർ ക്രോമസോംസ് ഉണ്ട്. ഹൗ മെനി ക്രോമസോംസ് ഡു ഹ്യൂമൻ ഹാവ്? ഹ്യൂമൻസിന് എത്ര ക്രോമസോംസ് ഉണ്ട്? ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു സെല്ലില് 46 ക്രോമസോംസ് ഉണ്ട്. അല്ലെങ്കിൽ 23 പെയേഴ്സ് എന്ന് പറയും. 23 പെയേഴ്സ് അല്ലെങ്കിൽ 46 ക്രോമസോംസ് ഉണ്ട് ഹ്യൂമൻ ബീയിങ്ങിൽ. ഇനിയും നമ്മുടെ എലിഫന്റിനാണെങ്കിൽ 58 ക്രോമസോം ഉണ്ട്. കാറ്റിന് 38 ക്രോമസോംസ് ആണുള്ളത്. ഡോഗിന്റെ ഒരു സെല്ലിൽ 78 ക്രോമസോംസ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്ങിൽ 46 ക്രോമസോംസ് ഉണ്ട്. ഹൗ ഡു ദേ അപ്പിയർ? ഇവ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രോമസോംസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നോട്ടുകളാണ് താഴോട്ട് തന്നിരിക്കുന്നത്. നോക്കിയേ, ഹ്യൂമൻ ക്രോമസോംസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ്? സൊമാറ്റിക് ക്രോമസോംസ് എന്നും സെക്സ് ക്രോമസോംസ് എന്നും അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ എന്നും ലിംഗ ക്രോമസോമുകൾ എന്നും 2ആയിട്ട് തിരിക്കാം. ഇനിയും സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ എന്താന്ന് നോക്കിയേ. ദീസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ക്രോമസോംസ്. There are 22 pairs of somatic chromosomes. നമ്മൾ പഠിച്ചു 46 ക്രോമസോംസ് ഉണ്ട് ഇവിടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. അതില് അല്ലെങ്കിൽ 23 പെയേഴ്സ് എന്ന് പറഞ്ഞു. ഈ 23 പെയേഴ്സിൽ 22 പെയേഴ്സ് ആണ് സൊമാറ്റിക് ക്രോമസോംസ് എന്നറിയപ്പെടുന്നത്. ബാക്കി 1 പെയർ അല്ലെങ്കിൽ 2 ക്രോമസോംസ് എന്ന് പറയുന്നത് എന്താണ്? സെക്സ് ക്രോമസോംസിൽ വരുന്നതാണ്.
22 പെയർസ് സൊമാറ്റിക് ക്രോമസോംസും 1 പെയർ സെക്സ് ക്രോമസോംസും ആണ്. There are 22 pairs of somatic chromosomes. A pair of identical chromosomes together form a homologous chromosome. എന്താണ് ഐഡന്റിക്കൽ? ഒരേപോലെയുള്ള ഒരു പെയർ ക്രോമസോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്നുള്ളത്. ഹോമോലോഗസ് ക്രോമസോംസ്. One of these is inherited from the mother and the other from the father. ഇങ്ങനെ രണ്ട് ക്രോമസോം ഉള്ളതിൽ ഒരു പെയറാണ്. ഒരു പെയർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ചേർന്നതാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഫാദറിൽ നിന്നും മറ്റേത് മദറിൽ നിന്നും വരുന്നതായിരിക്കും. അടുത്തത് സെക്സ് ക്രോമസോം നോക്കി. സെക്സ് ക്രോമസോം നമ്മൾ പറഞ്ഞു 1 പെയർ അല്ലെങ്കിൽ 2 എണ്ണം ചേർന്നാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. These are the chromosomes which are involved in sex determination. സെക്സ് ക്രോമസോം എന്തിനു വേണ്ടിയുള്ളതാണ്? സെക്സ് ഡിറ്റർമിനേഷൻ, മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ക്രോമസോംസ് ആണ് സെക്സ് ക്രോമസോംസ്. They are of 2 types. ഈ സെക്സ് ക്രോമസോം 2 ടൈപ്പ് ഉണ്ട്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. Y chromosomes is comparatively smaller than that of X. എന്താണ് എക്സും വൈയും കൂടെ കമ്പയർ ചെയ്താൽ Y ക്രോമസോം ആയിരിക്കും എക്സ് ക്രോമസോമിനേക്കാൾ സ്മോളർ, ചെറുതെന്ന് പറയുന്നത്. The SRY gene on the Y chromosome is responsible for the development of testis in the embryo. എന്താണ് Y ക്രോമസോമിലെ SRY ജീൻ എന്ന് പറയുന്ന ജീനാണ് എംബ്രിയോയിൽ ടെസ്റ്റിസ് ഫോം ചെയ്യാൻ, ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായ ജീൻ. Y ക്രോമസോമിലെ SRY ജീനാണ് എംബ്രിയോയിൽ ടെസ്റ്റിസ് ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 46 ക്രോമസോമിന്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. 22 പെയർ അല്ലെങ്കിൽ 44 എണ്ണം എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഇവിടെയോ 2 എണ്ണം സെക്സ് ക്രോമസോമിന്റെ 2 വെറൈറ്റി കാണിച്ചിട്ടുണ്ട്, XYയും XX. XY എന്ന് പറയുന്നത് മെയിൽ ക്രോമസോം ആണ്, XX എന്ന് പറയുന്നത് ഫീമെയിൽ ക്രോമസോം ആയിരിക്കും. പേജ് നമ്പർ 14 ഈ ക്രോമസോമിനെ സംബന്ധിച്ച് ഒരു 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ക്രോമസോം എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു, സൊമാറ്റിക് ആൻഡ് സെക്സ് ക്രോമസോം. ഇതാണ് 2 ടൈപ്പ് ഓഫ് ക്രോമസോം എന്ന് പറയുന്നത്. സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ. എന്താണ് സൊമാറ്റിക് ക്രോമസോംസിന്റെ ഫംഗ്ഷൻ പഠിച്ചു. എന്താണ്? ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്? സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് ക്രോമസോം എന്താണ്? സെയിം ടൈപ്പ് ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. സെക്സ് ക്രോമസോംസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ. എന്താണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്? സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി സഹായിക്കുന്ന ക്രോമസോം ആണ് എന്ത്? സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. എന്താണ്? അത് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, എക്സ് ആൻഡ് വൈ. മെയിലിലാണെങ്കിൽ XY എന്നും ഫീമെയിലാണെങ്കിൽ XX എന്നും പറയും. പിന്നെന്താണ്? Y ക്രോമസോമിലെ ഒരു പ്രത്യേക ജീനിന്റെ പേര് പഠിച്ചു, XRY ജീൻ. ഈ ജീനാണ് എംബ്രിയോയിലെ ടെസ്റ്റിസ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ജീൻ എന്ന് പറയുന്നത്. ഇവിടെ താഴെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. 44 + XX. XX വന്നാൽ ഇത് ഏതായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഇവിടെ നോക്കി 44 + XY എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഇവരുടെ 2 പേരുടെയും ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി അതിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസും ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഫീമെയിലിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫീമെയിലിന്റെ 44 + XX ആയിരിക്കും ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. മെയിലിന്റെ ആണെങ്കിലോ 44 + XY ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഫീമെയിലിൽ ആകെ എത്ര ക്രോമസോം ഉണ്ട്? മുഴുവൻ 46 എണ്ണം ഉണ്ട്. മെയിലിൽ എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട്. അത് സിമിലാരിറ്റി ആണ്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് എത്ര ഉണ്ട്? ഫീമെയിലിൽ സൊമാറ്റിക് ക്രോമസോം 46 എണ്ണം ഉണ്ട്. മെയിലിൽ എത്ര എണ്ണം ഉണ്ട്? 44 സൊമാറ്റിക് ക്രോമസോം ഉണ്ട്. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോംസ്. എന്താണ്? ഫീമെയിലില് എത്ര സെക്സ് ക്രോമസോം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഏത് ടൈപ്പ് ആണ്? XX എന്ന് പറയുന്ന ടൈപ്പ് ആണ്. മെയിലില് എത്ര എണ്ണം ഉണ്ട്? മെയിലിലും 2 സെക്സ് ക്രോമസോം ഉണ്ട്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് XY ആണ്. അടുത്തതെന്ന് പറയുന്നത് ഡിഫറെന്റ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ പഠിച്ചു
ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 44+XX ആണ്. മെയിലിന്റെ 44+XY ആണ്. ദോ 44+XX and 44+XY are considered as normal genetic constitution. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ സാധാരണ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെയിലിന്റെ ഫീമെയിലിന്റെ പറയുന്നത്. മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർ സീൻ ഇൻ ഹ്യൂമൻസ്. ഇത് കൂടാതെ വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസും ഇവിടെ ഹ്യൂമൻസിൽ കാണാൻ സാധിക്കും. ദീസ് വേരിയന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദി ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. എന്താണ്? ഇങ്ങനെ വേരിയന്റ് ആയിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ജെൻഡർ ഡിറ്റർമിനേഷൻ is a complex process which not only depends upon genetic constitution but also on other factors. എന്താണ്? ജെൻഡർ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ലിംഗനിർണയം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. which not only depends upon genetic constitution. ഇത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ജനിതക ഘടനയെ മാത്രമല്ല but also on other factors, മറ്റു ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സം എക്സാമ്പിൾസ് ഫോർ വേരിയന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ 44+XX അല്ലെങ്കിൽ 44+XY അല്ലാതെ കാണിക്കുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന് 4 എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് 44+X0. ഇതെന്ന് പറയുന്നത് ഫീമെയിലിൽ കാണുന്ന ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്പ് ആണ്. വിച്ച് ഓൺലി 1 X ക്രോമസോം. നോക്കി, ഇവിടെ XX ആയിരുന്നു വരേണ്ടത്, ഫീമെയിലിന്റെ കേസാണ്. പക്ഷെ ഒരു X ക്രോമസോം ആബ്സെന്റ് ആണ്. ദേ ഹാവ് ദി കണ്ടീഷൻ കോൾഡ് ടർണർ സിൻഡ്രോം. ഇങ്ങനെ ഒരു X ക്രോമസോം ആബ്സെന്റ് ആയ ഫീമെയിലിൽ കാണിക്കുന്ന ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് ടർണർ സിൻഡ്രോം. രണ്ടാമത്തെയാണ് 44+XXX. ഇതും ഫീമെയിലിന്റെ കേസിലെ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വിത്ത് 3 X ക്രോമസോം. ഇവിടെ 2 എണ്ണമേ സാധാരണ ഫീമെയിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാമായിരുന്നു, പക്ഷെ ഒന്നും കൂടെ വന്നു. ഈ സിൻഡ്രത്തിനെ വിളിക്കുന്ന പേരാണ് XXX സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ന് പറയുന്നത് ഫീമെയിലിന്റെ കേസാണ്. ഇനിയും അടുത്ത രണ്ടെന്ന് പറയുന്നത് മെയിലിന്റെ കേസിൽ വരുന്നതാണ്. 44+XXY. സത്യത്തിൽ 44+XY മെയിലിനാകായിരുന്നു. ഇവിടെ ഒരു X ക്രോമസോം കൂടുതലാണ്. മെയിൽസ് വിത്ത് 2 X ക്രോമസോംസ് ആൻഡ് 1 Y ക്രോമസോം. 2 X ക്രോമസോം ഒരു Y ക്രോമസോം വരുന്ന കേസാണിത്. ദേ ഹാവ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. അടുത്തത് മെയിലിന്റെ കേസാണ് 44+XYY. ഒരു Y കൂടുതലാണ്. മെയിൽസ് വിത്ത് 1 X ക്രോമസോം ആൻഡ് 2 Y ക്രോമസോം ദേ ഹാവ് XYY സിൻഡ്രോം എന്നാണ് ഈ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള അവസ്ഥ അറിയപ്പെടുന്നത്. ജെൻഡർ ഡിറ്റർമിനേഷൻ മെനി become complex in individuals with these genetic constitutions mentioned above. എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 4 ടൈപ്പ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരിൽ ലിംഗനിർണയം അല്ലെങ്കിൽ ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഫീമെയിൽസ് വിത്ത് ടെർണർ സിൻഡ്രോം മേ ഹാവ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. ഫീമെയിലിലെ ഒരു കേസ് ആയിരുന്നു ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവർക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പ്രസന്റ് ആയിരിക്കും. ഹൗവർ ദേ മേ നോട്ട് ഡെവലപ്പ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദെയർ അഡോളസെന്റ്. എങ്കിൽ പോലും ഇവരുടെ അഡോളസെന്റ് പീരീഡിന്റെ ബിഗിനിങ്സിൽ അവർ ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും തന്നെ കാണിക്കുകയില്ല. മറ്റൊരു എക്സാമ്പിൾ ആണ് മെയിൽസ് വിത്ത് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. മെയിൽസിൽ വരുന്ന ഒരു കേസാണ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്നുള്ളത്. മേ ഹാവ് മെയിൽ സെക്സ് ഓർഗൻ. ഇവർക്ക് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകും. ബട്ട് ദേ മേ ഓൾസോ എക്സിബിറ്റ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്. പക്ഷെ ഇവര് എന്ത് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ കാണിക്കും? ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ കാണിക്കും. You have understood that genes provide instructions as to how our body should function. എന്താണ് അപ്പൊ പഠിച്ചത്? ജീനുകളാണ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡി എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന്. വേർ ആർ ദീസ് ജീൻസ് ഫൗണ്ട്? ഈ ജീൻ എവിടെയാണ് കാണുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിനുള്ളിലെ DNA ഒരു സെഗ്മെന്റ് ആണ് ജീൻ എന്ന് പഠിച്ചു. ഇനി ജീനിനെ പറ്റി വളരെ വിശദമായിട്ടാണ് താഴോട്ട് പഠിക്കാൻ പോകുന്നത്. ജീൻ
ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. നമുക്കറിയാം ജീൻ ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചു എവിടെയാണ്? സെല്ലിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ, ക്രോമസോമിനുള്ളിൽ, ക്രോമസോമിലെ DNA ഒരു സെഗ്മെന്റിനെയാണ് ജീൻ എന്ന് പറയുന്നത്. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. DNA ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ളത്. ഈ DNA ബിൽഡിംഗ് ബ്ലോക്ക് ആയ ന്യൂക്ലിയോടൈഡ്സിന്റെ ഒരു സ്പെസിഫിക് സീക്വൻസ്, ഒരു സ്പെസിഫിക് പാർട്സിനെ വിളിക്കുന്ന പേരാണ് ജീൻ എന്നുള്ളത്. നമ്മൾ ഇങ്ങനൊരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ വരച്ചാല് ഇത് DNA സ്ട്രക്ചർ ആണെങ്കിൽ ഇതിന്റെ ഒരു സ്പെസിഫിക് സീക്വൻസ് ഇത്രയായിരിക്കും ഒരു ജീൻ എന്ന് പറയുന്നത്. Proteins which are synthesized according to the instructions of genes. പുതിയൊരു ടേം വരികയാണ്, പ്രോട്ടീൻ. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ജീനിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ്. ആർ റെസ്പോൺസിബിൾ ഫോർ ദി formation of characteristic features and are controlling metabolic activities. ഈ ജീനിന്റെ നിർദ്ദേശപ്രകാരം എന്തിനാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എന്താണ്? ഓരോ ഫീച്ചേഴ്സിന്റെ ഫോർമേഷനും ആൻഡ് കൺട്രോളിങ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജീനിന്റെ നിർദ്ദേശപ്രകാരം പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ഐയുടെ കളറ് അല്ലെങ്കിൽ ഐയുടെ പ്യൂപ്പിളിന്റെ കളറ്, നമ്മുടെ സ്കിന്നിന്റെ കളറ്, ഇവയ്ക്കൊക്കെ കാരണമായ ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്നുള്ളത്. ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനിനെ നിർമ്മിക്കുന്നത് ഈ ജീനിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രത്യേകതകളെ, ഓരോ ഫീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് വിവിധ പ്രോട്ടീൻസാ. ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജീനുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. പേജ് നമ്പർ 16 വന്നാൽ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട് ജീനിന്റെ. എവിടെയാണ്? സെല്ലിനുള്ളിൽ, ന്യൂക്ലിയസിനുള്ളിൽ, ക്രോമസോമിനുള്ളിലെ DNA ഒരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് പാർട്സ് ആണ്. ന്യൂക്ലിയോടൈഡുകളുടെ ഒരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് പാർട്ടിനെയാണ് ജീൻ എന്ന് പറയുന്നത്. ഇവിടെ 2 ജീനുകൾക്ക് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ജീനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചത് എന്താണ്? പ്രോട്ടീൻ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീനുകളുടെ ആക്ഷൻ ആണ് ജീനുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത്, ദ ന്യൂക്ലിക് ആസിഡ് RNA ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ആ ഉള്ളത്. ഒന്ന് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. രണ്ടാമത്തേതാണ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഈ RNAക്ക് പ്രോട്ടീൻ സിന്തസിസിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. Analyze illustration 1.6 and description to understand the structure and characteristics features of RNA. നമ്മൾ DNA സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ RNA സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, നമ്മൾ പഠിച്ചു DNAക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരുന്നു, അല്ലെങ്കിൽ 2 സ്ട്രാൻഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിപരീതമായിട്ട് RNAക്ക് ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. DNA പോലെ തന്നെ RNA സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള് കാണും, ഒരു ഷുഗർ മോളിക്യൂള് കാണും, ഒരു നൈട്രജൻ ബേസ് കാണും. ഇതിന്റെയും ബിൽഡിംഗ് ബ്ലോക്ക്, RNAയുടെയും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് തന്നെയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ മോളിക്യൂള്, എന്താണ്? നൈട്രജൻ ബേസ് കാണും. ഇവിടുത്തെ ഷുഗർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ റൈബോസ് ഷുഗർ ആണ്. എന്നാൽ DNA ഷുഗർ മോളിക്യൂള് ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു. RNAയിലെ ഷുഗർ മോളിക്യൂള് റൈബോസ് ഷുഗർ ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ നൈട്രജൻ ബേസ് ഉണ്ട്. DNA നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിലായിരുന്നു. എന്നാൽ RNAയിൽ വരുമ്പോൾ ഈ തൈമിന് പകരം ഇവിടെയുള്ള നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് യുറാസിലാണ്. തൈമിന് പകരം യുറാസിൽ. അപ്പോൾ RNAയിലെ നൈട്രജൻ ബേസസ് അഡിനിന്, യുറാസില്, ഗ്വാനിന്, സൈറ്റോസിൻ ഇവയായിരിക്കും. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്.
RNA is another type of nucleic acid similar to DNA. എന്താണ്? DNA പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്നുള്ളത്. They are also made up of nucleotides. DNA പോലെ തന്നെ RNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. Each of the nucleotide contains a ribose sugar, a phosphate group and a nitrogenous base. എന്താണ് ന്യൂക്ലിയോടൈഡിലുള്ളത്? ഇവിടെ റൈബോസ് ഷുഗർ, RNA-യിലുള്ളത് റൈബോസ് ഷുഗർ, DNA-യിലെ ഡിയോക്സി റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗർ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രോജീനസ് ബേസും RNA-യുടെ സ്ട്രാൻഡിലുണ്ട്, ന്യൂക്ലിയോടൈഡിലുണ്ട്. The nitrogen bases in RNA are adenine, guanine, uracil and cytosine. RNA-യിലെ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആയിരിക്കും. തൈമിന് പകരം ഇവിടെ യുറാസിൽ വന്നു. മോസ്റ്റ് ഓഫ് ദി RNAs ഹാസ് എ സിംഗിൾ സ്ട്രാൻഡ്. RNA-ക്ക് സിംഗിൾ സ്ട്രാൻഡ് ആണ് ഉള്ളത്. Didn't you understood the structure of RNA? RNA-യുടെ സ്ട്രക്ചർ പഠിച്ചില്ലേ? Compare this with the structure of DNA and complete the table 1.2. നമ്മൾ പഠിച്ച RNA-യുടെ സ്ട്രക്ചറും DNA-യുടെ സ്ട്രക്ചറും കമ്പയർ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെയാണ് DNA നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. DNA-ക്ക് എത്ര സ്ട്രാൻഡ് ഉണ്ട്? 2 സ്ട്രാൻഡ് ഉണ്ട്. RNA-ക്ക് 1 സ്ട്രാൻഡ്. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ. DNA-യിലെ ഷുഗർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ഷുഗർ ആയിരുന്നു. എന്നാൽ RNA-യിലെ മോളിക്യൂൾ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. DNA-യിലെ നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൽ ആയിരുന്നു. എന്നാൽ RNA-യിൽ തൈമിൻ ഇല്ല, അതിന് പകരം യുറാസിൽ. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവയാണ് DNA-യും RNA-യും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. DNA-യുടെ സ്ട്രക്ചർ, ക്രോമസോം സ്ട്രക്ചർ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, RNA സ്ട്രക്ചർ എന്നീ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് കവർ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്